അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാന്താര 2 ചാപ്റ്റർ 1 അങ്ങനെ പറയുന്നത്. കാന്താര ചാപ്റ്റർ 1 എന്നാണ് പേര്. കാന്താര 2 എന്നല്ല ടൈറ്റിൽ, കാന്താര ചാപ്റ്റർ 1 എന്നാണ്. ഫസ്റ്റ് പാർട്ടിന് കാന്താര എന്ന് മാത്രമേ വീട്ടിലായിരുന്നു. വയർ ഇൻഡസ്ട്രി സംബന്ധിച്ച ഇദ്ദേഹം കാന്താര ഫസ്റ്റ് പോലും കാണാത്ത ആളാണ്. അപ്പോൾ നമ്മൾ കാന്താര 2 ട്രെയിലർ കാണുമ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് തോന്നാം. അതെ അതെ, ഒരുപാട് റിയാക്ഷൻ വന്നാൽ അല്ലേ, എനിക്ക് വേണ്ടിയല്ലേ? അതെ അതെ അതെ, ഇദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ കാണുന്നത്. സോ നമ്മൾ വാച്ച് ഇറ്റ് ഫോർ ദി റിയാക്ഷൻ. അപ്പോൾ കാന്താര 2 അതെ അതെ, ഇപ്പോൾ കാന്താര 2 ട്രെയിലർ നമുക്ക് കാണാം. നമ്മൾ കന്നഡയാണ് കാണുന്നത്. ഓക്കെ, ട്രെയിലർ. ഓ, ഇവരെ ഫസ്റ്റ് പാർട്ടിലെ ആക്ഷൻ ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ. ആ, അത് ഒറിജിനലാണോ സി ജി ആണോ? രുക്മിണിയുണ്ട്. ആ, എറണാകുളമാണല്ലേ? ജെറാഡാ. ആ, ഓ മാറി. അതാ രുക്മിണി. രുക്മിണി വസന്ത്. പുള്ളിക്ക് അറിയത്തില്ല, പുള്ളി കർണാ സിനിമയുടെ പരിചയമില്ല. അത് കുഴപ്പമില്ല, ഈ പടം കാണുമ്പോൾ രുക്മിണി ഫാനായി. ആ പുള്ളി മറ്റേ മലയാളിയല്ലേ, നമ്മുടെ ആട് 2-ലൊക്കെ ജനമണ്ടൻ. അല്ലാതെ മറ്റേ മറ്റേ പുള്ളിയുടെ പേര് തലയല്ലേ ടീച്ചറിന്? എലിയോ? എലി എലി. ആ, ഓ ജനമണ്ടൻ നല്ല റോളാണ് ഇപ്പോൾ പറഞ്ഞത്. ഭീഷൺ ദേവായ കർണൻ. ഇത് പഴയ മറ്റേ അനൗൺസ്മെന്റ് അല്ലേ? കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. കാന്താര എന്ന് പറയുമ്പോൾ ഭക്തിപ്പടമാണ്. അപ്പൊ ആ, ഒരു ഭക്തിപ്പടം. ഒരു ഫോക്ലോറിനെ ആ, അതെ. ഒരു ഫോക്ലോർ നമ്മള് കെട്ടുകഥ പോലെ. അല്ല, ഫസ്റ്റും ഫസ്റ്റ് ഇങ്ങനെ ഈ മൂടല്ല, പ്രസന്റ് ടൈമിൽ നടക്കുന്ന പോലത്തെ കഥയാണ്. പ്രസന്റ് അല്ല, പ്രീക്വൽ. അതിനകത്തൊരു കഥയെ കുറിച്ച് പറയുന്നുണ്ട്. ആ കഥയുടെ എക്സ്പാൻഷൻ ആയിരിക്കും. അതെ അതെ, അത് ആ പടത്തിലുണ്ടായിരുന്ന എലമെന്റ് അവർ അതിനു മുമ്പ് കുറെ വർഷം മുമ്പ് നടക്കുന്ന തെയ്യം, കണ്ണൂർ കാസർഗോഡ് തെയ്യത്തിന്റെ വേറൊരു ഫോർമാറ്റ് ആണ്. മലബാർ ഏരിയ, അതിന്റെ ഒരു ഫോർമാറ്റ് കർണാടകയുടെ സൗത്ത് ഏരിയയിലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൊരു. പക്ഷെ ഫസ്റ്റിന്റെ ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് അതിന്റെ ലാസ്റ്റിൽ എത്തുമ്പോഴാണ് അതിന്റെ പരിപാടി ഭയങ്കര ഇതാവുന്നത്. കുറച്ച് ജനറിക് പടമാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ഇവര് ആ ഒരു പീരീഡ് സെറ്റ് ചെയ്ത്, അതായത് ഇവര് ഇറക്കിയ ഫണ്ട് മൊത്തം സ്ക്രീനിൽ കാണാം. അല്ല, പ്രൊഡക്ഷനിലെ ഇപ്പൊ നമ്മളിങ്ങനെ ഇത്രയും ഷോട്ടുകൾ കാണിക്കുമ്പോൾ ഒരു 4-5 ഷോട്ടെങ്കിലും VFX മോശമാണ്, അത് മോശമാണ്. കാരണം VFX വളരെ കുറവാണ് ഉപയോഗിച്ചത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം വളരെ കുറവാണ്. അതെ, നമ്മള് ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യും. മറ്റേ ആ കാലഘട്ടം പോയ അത്രയും രസമുണ്ട്. അതെ അതെ, കടുവയൊക്കെ നല്ല സുന്ദരനായ. അല്ല അത് കുറച്ച് രസമുണ്ട്. ആ ക്ലോസ് ഷോട്ടൊക്കെ കണ്ടിട്ട് നല്ല രസം. പക്ഷെ എനിക്ക് മറ്റേ ദേവിക കടുവ ആ സാധനമായിരിക്കും. ദേവി മറ്റേ അതായത് ഈ അയ്യപ്പൻ കടുവയ്ക്ക് അങ്ങനത്തെ കടുവകളില്ലേ, നല്ല വൃത്തിയായിട്ട് നല്ല സുന്ദരൻ.
സുന്ദരൻ കടുവ കൊള്ളാം പരിപാടി അല്ലേ? തന്നിലിട്ട് സുന്ദരൻ കടുവ കുറച്ച് പരിപാടിയുണ്ട്, അതായത് നല്ല കാണാനുള്ള സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫസ്റ്റ് വാച്ച് പോലത്തെ അതെ, എനിക്ക് പക്ഷേ നമ്മുടെ കാന്താര ഫസ്റ്റിന്റെ ട്രെയിലർ കണ്ടാലും നമുക്ക് ഭയങ്കര വലിയൊരു തിയേറ്ററിലേക്ക് ആൾക്കാർ എത്തിക്കുന്ന ലെവൽ പരിപാടി അല്ലായിരുന്നു. അല്ല കാന്താര ആക്ച്വലി ഞാൻ നീ ഒരുമിച്ചാണ്. അതെ, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മള് കന്നഡയാ കണ്ട ഞങ്ങള്. അന്ന് ഇത് വലിയ സംഭവമൊന്നും അല്ല, പിന്നെയാണ്. അതെ, ഞങ്ങൾ ഇനിഷ്യലി പോകുന്നത് പടം റിലീസായി ഫസ്റ്റ് വീക്ക് തന്നെ, ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ നല്ല റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ കൊച്ചിയിലാണ്, ഇവിടെ ഒന്നും റിലീസില്ല, കൊച്ചി പോയി കന്നഡ വർഷം ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ മലയാളം കണ്ടത് നമ്മള് ഏറ്റവും മോശം. റിലീസിന് എന്തോ പ്രശ്നമില്ല, അതൊക്കെ റെഡിയായി. എന്തോ 50% മലയാളത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആണ് മലയാളത്തിൽ ഇറക്കുന്നത്. ഉണ്ട്, പക്ഷെ എന്തോ 2-ാം തീയതി റിലീസ്, ഒക്ടോബർ കൂടുതൽ ചോദിച്ചത് കൊണ്ട് റിലീസ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതേപോലെ ലാസ്റ്റ് ആകുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അത് ഇവര് തമ്മിലുള്ള പബ്ലിസിറ്റി ആയിട്ട്. അതെ, അതൊക്കെ രാജുവേട്ടന്റെ പരിപാടിയല്ലേ, അതൊക്കെ രാജുവേട്ടന് എന്തോ പിടിപാടുള്ളൂ. എമ്പുരാനെ ലാസ്റ്റ് ഇതുപോലെ പിന്നെ ഇറക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത് സംഭവം ഏതായാലും നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള അല്ലേ വകുപ്പുണ്ട്. സ്കെയിലും ഡിയോപി മാറിയോ എന്നാ എന്തോ ഒരു കശ്യപം മറ്റേത് 100 കോടി ഭയങ്കര രസമുണ്ട്. അതായത് മറ്റേ വിളക്കിന്റെ ഒക്കെ പരിപാടി അതൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഔട്ട്ഡോറും അല്ലേ എല്ലാം വലിയ ഷോട്ട്സ്, കാട് ഔട്ട്ഡോർ, നല്ല ബുദ്ധിമുട്ടുള്ള പ്രൊഡക്ഷൻ. ഈ ഹോംബാലയുടെ ലാസ്റ്റ് പടം കുറച്ച് മടുപ്പായിരുന്നു അല്ലേ? ഫഹദിന്റെ ഒരു പടമൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു പടമൊക്കെ ചെയ്തല്ലേ. ഹോംബാലയാണ് മറ്റേ മഹാവതിർ നരസിംഹ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ പടം അവര് ഇറക്കിയത്. അത് 250 കോടി എന്തോ അടിച്ചത്. അത് ഹോംബാല അല്ല പ്രൊഡക്ഷൻ, ഹോംബാല ഇറക്കിയ പടമാണ്. അതിനിപ്പോ 10 പടം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഹോംബാല ഏറ്റെടുത്തിട്ട് ഇപ്പൊ അവര് ഒരു 10 സിനിമകൾ അനൗൺസ് ചെയ്തു, ആനിമേഷൻ പടം ഫുൾ. അത് കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു കേട്ടോ. അത് ആനിമേഷൻ പടമാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിള്ളേർക്ക് വേണ്ട പടം അല്ല, അത് ഭയങ്കര ഗോറിയൻ വയലൻസ് ഒക്കെ ഉള്ള പടമാണ്. അതായത് മറ്റേ നരസിംഹം വന്ന് മറ്റേ എന്താ സീക്വൻസ് ഉണ്ടല്ലോ, വയറ് കീറി കുടലുമാല പുറത്ത്, ആ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര ബ്ലഡ് ബാത്ത് വൈബാണ്, ആനിമേഷൻ ആണെങ്കിലും നല്ല രസമാണ്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട് ഇപ്പം. അവന്റെ തിയേറ്ററിൽ കാണാനുള്ള സാധനം. സോ അപ്പോൾ കാന്താര ഒക്ടോബർ 2-ാം തീയതിയാണ് റിലീസ്. ഋഷഭ് ഷെട്ടി. പിന്നെ അപ്പുറത്തിരിക്കുന്ന യുവമാർ ഏതാടാന്ന് കമന്റ് അടിക്കുന്നതിന് മുമ്പ് ഇവര് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇദ്ദേഹം നമ്മുടെ ഇടയ്ക്ക് കുറച്ചധികം വീഡിയോ വന്നിട്ടുള്ളതാണ്. ഇദ്ദേഹം ഇതുപോലെ സർപ്രൈസ് ആയിട്ട് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഗസ്റ്റ് ആണ് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീഡിയോസ് ഉണ്ട്. എനിക്കും കൂടെ ഒരു ചാൻസ്. അതെ, ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഇവരൊക്കെ ഇടയ്ക്ക് വന്നു പോയിട്ടുള്ളവരാണ്. സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാത്തുള്ളൂ. സ്ഥിരം കാണുന്നവർക്ക് ഞങ്ങൾ രണ്ടുപേരല്ലേ കാണുന്നുള്ളൂ. സ്ഥിരം ഞങ്ങൾ കാണും, ഞാൻ പോലും കാണാമല്ലോ, വല്ലപ്പോഴും കാണും. അതെ, ആകെ കാണുന്ന 100 പേര് അല്ലേ. അപ്പോൾ കാന്താര 2 ഫസ്റ്റ് ഷോ ഉറപ്പാണ്. ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടിരിക്കും, നല്ല തിയേറ്ററിൽ. അതെ, ഇതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് 100 കോടിക്ക് വേണ്ടി ബജറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് തിരിച്ചു പിടിക്കും ഉറപ്പാണ്. പിന്നെ മറ്റേ ഫസ്റ്റ് പാർട്ട് തന്നെ എത്ര 300 കോടി എന്തോ കളക്ട് ചെയ്ത പടം. വേറെ പടം ചെയ്തിട്ടില്ല. ഇല്ല, കാന്താര ഡയറക്റ്റ് ഇതാ ചെയ്യുന്നത്.